പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് യൂവിയൈറ്റിസ് എന്ന് പറയുന്ന അസുഖത്തിനെ പറ്റി സംസാരിക്കാം. കണ്ണിനുള്ളിലെ ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ട്, അതാണ് യൂവിയൈറ്റിസ്. സന്ധികൾക്ക് അഥവാ ജോയിൻറ്റുകൾക്ക് വരുന്ന ഇൻഫ്ലമേഷൻ ആണ് ആർത്രൈറ്റിസ്. അത് ഒരു സുപരിചിതമായ ഒരു വേർഡാണ്. അതുപോലെ കണ്ണിനുള്ളിൽ വരുന്ന നീർക്കെട്ടാണ് യൂവിയൈറ്റിസ്. ഞാൻ ഡോക്ടർ ഗോപാൽ എസ് പിള്ളൈ, അമൃത ഹോസ്പിറ്റൽ കൊച്ചിയിൽ നേത്രവിഭാഗം മേധാവിയാണ്. എൻ്റെ വീഡിയോസ് കാണുന്നതിനും നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുന്നതിനും അത് കൂടുതൽ ഇൻഫർമേഷൻ എല്ലാവർക്കും പാസ് ചെയ്യുന്നതിനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂവിയൈറ്റിസ് ഞാൻ പറഞ്ഞു, കണ്ണിനുള്ളിലെ ചെറിയ നീർക്കെട്ടാണ്. കണ്ണിന് 3 ഭാഗങ്ങളായിട്ടാണ് തിരിക്കുന്നത്. ആൻറ്റീരിയർ, അതായത് ഏറ്റവും പുറത്തുള്ള ഭാഗം; ഇൻ്റർമീഡിയറ്റ്, ഇടയ്ക്കുള്ള ഭാഗം; പോസ്റ്റീരിയർ, പിന്നിലുള്ള ഭാഗം. ഈ 3 ഭാഗങ്ങളിലും യൂവിയൈറ്റിസ് വരുന്നത് 3 തരത്തിലാണ്. ആൻറ്റീരിയർ യൂവിയൈറ്റിസ്, ഇൻ്റർമീഡിയറ്റ് യൂവിയൈറ്റിസ്, പോസ്റ്റീരിയർ യൂവിയൈറ്റിസ് എന്നിങ്ങനെയാണ് ഇതിനെ തിരിച്ചിട്ടുള്ളത്. ബൈഫാർ ആൻറ്റീരിയർ യൂവിയൈറ്റിസ് ആണ് ഏറ്റവും സാധാരണയായി കാണുന്ന യൂവിയൈറ്റിസ്. ആൻറ്റീരിയർ യൂവിയൈറ്റിസ് ഉള്ള ഒരാൾക്ക് കണ്ണിന് പെട്ടെന്ന് തന്നെ ചുമപ്പും വേദനയും വെള്ളം വരലും ഒക്കെ ആയിട്ടാണ് വരിക. അവരൊരു ഇൻഫെക്ഷനാണോ, കണ്ണിലൊരു പഴുപ്പ് വന്നതാണോ എന്ന് പോലും പരിഭ്രമിച്ചു പോകും. ഈ യൂവിയൈറ്റിസ് വരുന്ന ആളുകൾക്ക് നമുക്ക് തുള്ളിമരുന്നുകൾ കൊണ്ട് തന്നെ ഈ യൂവിയൈറ്റിസിനെ, എസ്പെഷ്യലി ആൻറ്റീരിയർ യൂവിയൈറ്റിസ് ആണെങ്കിൽ നമുക്ക് ചികിത്സിക്കാൻ സാധിക്കും. ആൻറ്റീരിയർ യൂവിയൈറ്റിസ് ആണോ അല്ലയോ എന്നുള്ളത് ഒരു ഒഫ്തൽമോളജിസ്റ്റിനെ കാണിച്ച് മനസ്സിലാക്കുകയും, ആൻറ്റീരിയർ യൂവിയൈറ്റിസ് ആണെങ്കിൽ നമുക്ക് അതിന് തുള്ളിമരുന്നുകൾ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാനും ചികിത്സിക്കാനും വരാതെ ഇരിക്കുവാനും നോക്കുവാനായിട്ട് സാധിക്കും. ഇൻ്റർമീഡിയറ്റ് യൂവിയൈറ്റിസ് കുറച്ചുകൂടി നമുക്ക് കണ്ണിന് മുമ്പിൽ പെട്ടെന്ന് കുറേ ബ്ലാക്ക് സ്പോട്ട്സ് വരുന്നത് പോലത്തെ ഒരു ഫീലിംഗ് ആയിരിക്കും വരിക. നമ്മൾ എന്ത് നോക്കുകയാണെങ്കിലും ഒരു മൂടൽ മഞ്ഞിനുള്ളിലൂടെ നോക്കുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും ഇൻ്റർമീഡിയറ്റ് യൂവിയൈറ്റിസിൽ വരിക. ചുമപ്പും വെള്ളം വരലും വേദനയും താരതമ്യേന ആൻറ്റീരിയർ യൂവിയൈറ്റിസിനോട് അനുബന്ധിച്ച് നോക്കുമ്പോൾ കുറവായിരിക്കും. ഇൻ്റർമീഡിയറ്റ് യൂവിയൈറ്റിസ് ചികിത്സിക്കുവാനായി ഇനീഷ്യൽ ഫേസിൽ നമ്മൾ ചിലപ്പോൾ തുള്ളിമരുന്നുകളായിരിക്കും തരിക. പക്ഷെ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഒരു പക്ഷേ കണ്ണിൻ്റെ പോളയ്ക്കുള്ളിലേക്കുള്ള ചെറിയ ഇഞ്ചക്ഷനുകളോ അല്ലെങ്കിൽ കണ്ണിനുള്ളിലേക്കുള്ള സ്റ്റിറോയിഡ് ഇംപ്ലാന്റുകളോ അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ടുള്ള ചില ഗുളികകളോ വേണ്ടി വന്നേക്കാം. പോസ്റ്റീരിയർ യൂവിയൈറ്റിസ് എന്നത് കണ്ണിൻ്റെ ഉള്ളിലെ റെറ്റിനയിൽ വരുന്ന ഡാമേജാണ്. അതിനെ തന്നെ റെറ്റിനയുടെ ഉള്ളിൽ നീര് വന്ന് വീർക്കുക, അല്ലെങ്കിൽ റെറ്റിനയുടെ അടിയിലുള്ള കൊറോയിഡ് എന്ന് പറയുന്ന ഭാഗത്ത് നീര് വന്ന് വീർക്കുക, അല്ലെങ്കിൽ ഒപ്റ്റിക് നെർവ്, കണ്ണിൻ്റെ പ്രധാനപ്പെട്ട ഞരമ്പാണ്, അതിൽ നീര് വരിക, അല്ലെങ്കിൽ രക്തക്കുഴലുകളിൽ നീര് വരിക, അങ്ങനെ പല വെറൈറ്റി ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. പോസ്റ്റീരിയർ യൂവിയൈറ്റിസ് വരുന്ന ആളുകൾക്ക് പലപ്പോഴും ഗുളികകൾ വേണ്ടി വരാറുണ്ട്. ഒരു ചെറിയ ശതമാനം യൂവിയൈറ്റിസ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ കണ്ണിനുള്ളിൽ എന്തെങ്കിലും പഴുപ്പ്, വൈറലാവാം, ബാക്ടീരിയൽ ആവാം, ട്യൂബർക്കുലോസിസ് ആവാം, അല്ലെങ്കിൽ മറ്റനേകം ഓർഗാനിസംസ് ആവാം. ഈ ഓർഗാനിസംസ് കാരണം പലപ്പോഴും യൂവിയൈറ്റിസ് വരാം. പോസ്റ്റീരിയർ യൂവിയൈറ്റിസ് വരുന്നവർക്ക്, പൂച്ചകളുമായി അടുത്തിടപഴകുന്ന ആളുകൾക്ക് ടോക്സോപ്ലാസ്മ എന്ന് പറയുന്നൊരു ഇൻഫെക്ഷൻ കണ്ണിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാലും നമ്മൾ കണ്ണടച്ച് പറയുകയാണെങ്കിൽ യൂവിയൈറ്റിസിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇൻഫെക്ഷൻ നമ്മൾ മാറ്റി നിർത്തിയാൽ പിന്നെയുള്ള കാരണം ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നൊരു പ്രോബ്ലമാണ്. എന്താണ് ഈ ഓട്ടോ ഇമ്മ്യൂണിറ്റി? നമ്മുടെ ശരീരത്തിൽ ഉള്ള വെളുത്ത രക്താണുക്കൾ
അവർ നമ്മളുടെ ശരീരത്തിലെ പട്ടാളക്കാരാണ്. അവർ ചുറ്റുപാടുമുള്ള സെല്ലുകളെ വീക്ഷിക്കുകയും അതിൽ എന്തെങ്കിലും നമ്മളുടെ ശത്രുക്കളാണ് എന്ന് തോന്നുന്ന സെല്ലുകൾക്കെതിരെ അവർ പടക്കോപ്പുകൾ അയക്കുകയും ചെയ്യും. ഈ പടക്കോപ്പുകളാണ് ഇൻ്റർലുക്കീൻ, സൈറ്റോകൈൻ, ആൻറ്റിബോഡി, ഇങ്ങനെയുള്ള പല പല യുദ്ധ സമാനമായ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള പല വെടികളും വെളുത്ത രക്താണുക്കൾ പൊട്ടിക്കും. ഈ വെളുത്ത രക്താണുക്കൾ ചിലപ്പോൾ നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള നോർമൽ സെല്ലുകളെ കണ്ട് ഇത് ശത്രു സെല്ലാണ് എന്ന് വിചാരിച്ച് അതിനെതിരെ ഒരു യുദ്ധം ചെയ്യുന്നതാണ് ഈ ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള നോർമൽ സെല്ലുകളെ കണ്ട് നമ്മളുടെ ശരീരത്തിനുള്ളിലുള്ള വെളുത്ത രക്താണുക്കൾ ഇവർ ശത്രു കോശങ്ങളാണ് അല്ലെങ്കിൽ ശത്രു സെല്ലുകളാണ് എന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ച് അവർക്കെതിരെ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് മൗണ്ട് ചെയ്യുന്നതിനെയാണ് ഈ ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഡയബറ്റീസ് ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ്. തൈറോയിഡിൻ്റെ ഒരുപാട് ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. അങ്ങനെ മറ്റനേകം ഓർഗൻസിൽ ഹെപ്പറ്റൈറ്റിസ് ആയിക്കോട്ടെ, നെഫ്രൈറ്റിസ് ആയിക്കോട്ടെ, ഇങ്ങനെ പല പല രോഗങ്ങളിലും ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന പ്രോസസ്സുണ്ട്. അത് കണ്ണിൽ യുവിഐറ്റിസിലാണ് പലപ്പോഴും വരുന്നത്. അങ്ങനെ യുവിഐറ്റിസ് നമ്മൾ യഥാവിധി ചികിത്സിക്കുകയാണെങ്കിൽ, നമ്മൾ വളരെ കറക്റ്റായി അത് വരുന്ന സമയത്ത് തന്നെ ചികിത്സിക്കുകയാണെങ്കിൽ വലിയ പാർശ്വഫലങ്ങളൊന്നും കൂടാതെ തന്നെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അതേസമയം നമുക്ക് യുവിഐറ്റിസ് കറക്റ്റായിട്ട് ചികിത്സിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിൽ കോംപ്ലിക്കേറ്റഡ് കാറ്ററാക്റ്റ്, പ്രത്യേക രീതിയിലുള്ള തിമിരമാണ്, അത് വരാം. കണ്ണിൻ്റെ പ്രഷർ കൂടി ഗ്ലോക്കോമ എന്ന് പറയുന്ന അസുഖം വന്ന് കാഴ്ച കുറയാം. അല്ലെങ്കിൽ കണ്ണിൻ്റെ കൃഷ്ണമണിയിൽ ഡാമേജ് സംഭവിക്കാം, അവിടെ കാൽസ്യം ഡെപ്പോസിഷൻ വന്ന് കാഴ്ച കുറയാം. അങ്ങനെ പല പല രീതിയിൽ നമുക്ക് യുവിഐറ്റിസ് ചികിത്സിച്ചില്ലെങ്കിൽ നമുക്ക് കാഴ്ച പോകുവാൻ സാധ്യതയുണ്ട്. പോസ്റ്റീരിയർ യുവിഐറ്റിസ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് യുവിഐറ്റിസിൽ പ്രധാനമായും നമുക്ക് ഗുളികകളാണ് ലോങ് ടേം നമുക്ക് ചികിത്സയായി വേണ്ടി വരിക. അതേസമയം ആൻറ്റീരിയർ യുവിഐറ്റിസിലാകട്ടെ നമുക്ക് മിക്കവാറും ഒരു 80-85% ആളുകൾക്കും തുള്ളിമരുന്നുകൾ കൊണ്ട് മാത്രം നമുക്ക് കൺട്രോൾ ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ യുവിഐറ്റിസ് വരുവാൻ സാധ്യതയുള്ള ചില അസുഖങ്ങളുണ്ട്. മറ്റ് ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ്, SLE, റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, പോളി ആർത്രൈറ്റിസ് നോഡോസ, ഇങ്ങനെയൊക്കെയുള്ള ചില അസുഖങ്ങളിൽ യുവിഐറ്റിസ് ഓൾറെഡി അവർക്ക് വരുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള രോഗങ്ങളുള്ള, ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളുള്ള ആളുകൾ യുവിഐറ്റിസ് വരുന്നുണ്ടോ എന്ന് നോക്കണം. അങ്ങനെയുള്ള ആളുകൾക്ക് കണ്ണിൽ എന്തെങ്കിലും ഒരു ചുമപ്പോ വേദനയോ വെള്ളം വരലോ ലൈറ്റിലേക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ടോ വരികയാണെങ്കിൽ അത് യുവിഐറ്റിസ് ആവാൻ വളരെ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഡെഫിനറ്റ്ലി ഒരു ഒഫ്തൽമോളജിസ്റ്റിനെ കാണിച്ച് അതിൻ്റേതായിട്ടുള്ള ചികിത്സ നേരത്തെ എടുക്കുകയാണ് ഉത്തമം.